പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ടതോടെ ഒടുവിൽ DCC അധ്യക്ഷൻ തന്നെ തിരുത്തലുമായി രംഗത്തെത്തി. AICC ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും മറ്റു പ്രസ്താവനകൾക്ക് പ്രസക്തിയില്ലെന്നും ഷിയാസ് പ്രതികരിച്ചു. ഇനി വോട്ടെണ്ണണം 4-ാം തീയതി നമുക്ക് ഭൂരിപക്ഷം കിട്ടണം. ആ ഭൂരിപക്ഷം കിട്ടുമ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടും, MLA-മാരോട് അഭിപ്രായം ചോദിക്കും. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായ രൂപീകരണം നടത്തി ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. ആ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ അത് അംഗീകരിക്കും. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തായാലും ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിച്ചത് ഷിയാസ് ആണ്. അതിനു പിന്നാലെ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തി വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അത്തരം തർക്കങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കേണ്ട സാഹചര്യമല്ല, തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പറഞ്ഞത്. അതോടുകൂടി ഷിയാസ് എന്തായാലും ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ ഇത്തരം നിലപാടുകളിൽ ഷിയാസ് ഒറ്റപ്പെട്ടതുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നത്? സ്വാതി, ഷിയാസിന്റെ പ്രതികരണത്തിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൽ ഒന്നടക്കം അതിലൊരു വലിയ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിലൊരു ചർച്ച സംഭവിക്കുന്നത് നേതൃത്വത്തിന് താല്പര്യമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു രീതിയില്ല. ഭരണം ഉറപ്പാക്കിയതിനു ശേഷം ഹൈക്കമാൻഡാണ് അതിലൊരു തീരുമാനമെടുക്കുക. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്തിന്റെ നേതൃത്വം അത് നടപ്പാക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളായി ചെയ്തു വരുന്ന രീതി. അതിന് വിപരീതമായി നേരത്തെ തന്നെ ഒരു മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളത് അത് സംസ്ഥാന നേതൃത്വത്തെ അടക്കം മുതിർന്ന നേതാക്കളടക്കം ചൊടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് നിലവിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടത്തിയ ഒരു പരാമർശത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഷിയാസിനെ പ്രേരിപ്പിച്ചത്. ഇതിൽ പ്രത്യേകമായിട്ടൊരു കാര്യം, എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്ന് ഷിയാസ് പറയുമ്പോൾ തന്നെ എറണാകുളം ജില്ലയിലുള്ള മുതിർന്ന നേതാക്കളടക്കം അദ്ദേഹത്തെ തള്ളുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ ഹൈബിയുടെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇതിൽ ഒരു നിയന്ത്രണം, അതായത് സംസാരത്തിലൊരു നിയന്ത്രണം വരുത്താൻ ഷിയാസിനോട് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഹൈബിക്കൊപ്പമാണ് ഷിയാസ് എത്തിയിരുന്നെങ്കിലും തുടർച്ചയായി മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് പോലും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഷിയാസ് തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് കെ ബാബു പ്രതികരണവുമായി എത്തുന്നത്. അപക്വമായ പ്രതികരണം എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ തന്നെ ദീപ്തി വേരി വർഗീസും ഷിയാസിന്റെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയ ഷിയാസ് തന്റെ നിലപാട് മാറ്റുകയും ആ കാര്യം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. സാധാരണഗതിയിൽ തന്നെ ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങൾ നടപ്പാക്കുക അല്ലെങ്കിൽ ഹൈക്കമാൻഡാണ് ഇക്കാര്യങ്ങൾ അറിയിക്കുക ചെയ്യുക. പക്ഷേ അത്തരത്തിൽ DCC അധ്യക്ഷനായിട്ടുള്ള ഒരാൾ തന്നെ, ഒരു ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള ആൾ തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ഇത് നേതൃത്വത്തിന് അസ്വാരസ്യം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇതോടെയാണ് ഷിയാസ് എന്തായാലും ഈ ഒരു അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് പിൻവാങ്ങാൻ കാരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് കോൺഗ്രസ് പാർട്ടിയിലടക്കം ഉണ്ടായത്. പ്രത്യേകിച്ച് ഷിയാസിന്റെ സീറ്റുമായി സംബന്ധിച്ച് ദീപ്തി വേരി വർഗീസിന്റെ പേരടക്കം വിട്ടുന്ന കാര്യത്തിൽ VD സതീശൻ ഇടപെടലുണ്ടായതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കെ ഷിയാസ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് VD സതീശനിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കടുത്ത അതൃപ്തി പല ഭാഗങ്ങളിൽ ഉയർന്നതിന് പിന്നാലെയാണ് ഷിയാസ് നിലവിൽ ഹൈക്കമാൻഡാണ് ഇക്കാര്യം തീരുമാനിക്കുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചയായ വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് UDF നേതൃത്വത്തിന്റെ അഭിപ്രായം. അതുകൂടെ മാനിച്ചാണ് ഷിയാസ് ഇപ്പോൾ അഭിപ്രായത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ശരി മനീഷ്, എന്തായാലും